ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. വൈകുന്നേരം ഇറങ്ങിയത് മറ്റൊന്നിനല്ല കേട്ടോ, വായ നോക്കാൻ വേണ്ടിയിട്ടാണ്. അന്തസ്സായിട്ട് വായ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നേരം നടന്നപ്പോഴേ ജിമ്മ് അവിടെ കണ്ടാലും ഞാൻ നിന്ന് ഫോട്ടോ എടുക്കും കേട്ടോ, അല്ലെങ്കിൽ നോക്കും. അതാണ് നമ്മളെ രീതി. പിന്നെ കുറേ മുന്നോട്ട് നടന്നപ്പോൾ ഇതുപോലെ കുറേ കച്ചവടക്കാരെ കണ്ടേ, കുറേ പാത്രവും കുറേ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കുറേ സംഭവങ്ങളും. നമ്മൾ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെ എവിടെ കണ്ടാലും സപ്പോർട്ട് ചെയ്തു. അതാണ് നമ്മുടെ സ്വഭാവം. പിന്നെ ഞാൻ എന്ത് ചെയ്തറിയോ, ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇതുപോലെ നിഗൂഢമായൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് കുറേ കാലമായിട്ട് കിടക്കുക കേട്ടോ, പണിയൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, ഇതിൻ്റെ അകത്ത് കയറി കുറച്ച് വീഡിയോസ് ചെയ്താലോ, അഡ്വഞ്ചറസ്. പിന്നെ എനിക്കൊരു പേടി, വല്ല പ്രേതോ ബോധമൊക്കെ ഉണ്ടായാലോ വെച്ചിട്ട് വേണ്ട. പിന്നെ ഗൈസ്, ഇതൊരു സംഭവം കേട്ടോ, ഇത് മുംബൈയിൽ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ നമുക്ക് ബുക്സ്, ടോയ്സ്, ക്ലോത്ത്, ബ്ലാങ്കറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പുതിയതോ അല്ലെങ്കിൽ പഴയതൊക്കെ ആയിട്ടുള്ള നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു നല്ല പരിപാടിയാണ് കേട്ടോ. പിന്നെ വായനോട്ടം കണ്ടിന്യൂ ചെയ്യാണ് ഗൈസ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വായ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോഴാണ് എൻ്റെ മുന്നിലൊരു നായ വന്ന് പെട്ടത്. കാറിൻ്റെ അകത്ത് നായ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കിട്ടോ. അപ്പോൾ അതിൻ്റെ മുതലാളി അതിനെ എടുത്തുകൊണ്ട് പോവുകയാണേ, വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. നമ്മളെ മൈൻഡ് ചെയ്യാതെ നായ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് അധികം കഴിക്കലൊന്നുമില്ല ഈ മാതിരി ഐറ്റം. പക്ഷേ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ട് മെനു കാർഡൊക്കെ എടുത്ത് നോക്കിട്ടോ, വാങ്ങാനൊന്നുമല്ല എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കണ്ട് സമാധാനമായിട്ട് പോകുന്നു. ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ സ്ട്രിക്റ്റ് ഡയറ്റാണ് ഗൈസ്. അങ്ങനെ പിന്നെ അതിനെ പോയപ്പോൾ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ഓട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനെ കണ്ടപ്പോൾ ടാറ്റ എടുത്ത് ഞാൻ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കാണാം ഗൈസ്. ഇതൊക്കെ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ, പല പല കളർ അല്ലേ. പിന്നെ കുറേ ചെടികളൊക്കെ കേട്ടോ, വെറൈറ്റി ചെടികളൊക്കെയാണ്. കുറേ ഉണ്ട് സംഭവങ്ങൾ, പേരൊന്നും അറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് പിന്നെ നേരെ വിട്ടതേ ഈ ഷോപ്പിലോട്ട് കേട്ടോ. ഇഷ്ടംപോലെ തണ്ണിമത്തനാണ്. എമ്മാതിരി തണ്ണിമത്തനാണോ, ചൊവ്വ ഇരിക്കട്ടോ. ഇവിടെ തണ്ണിമത്തൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചോന്നിരിക്കും. കാരണം നിങ്ങൾ ഭയങ്കര ചോപ്പാട്ടോ, പറ്റിക്കലേ ഇല്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിട്ടോ, മിസ് ചെയ്തില്ല, വാങ്ങി. പിന്നെ നേരെ പോയപ്പോൾ ഇതുപോലെ ഒരു ലോട്ടറി കച്ചവടക്കാരനെ കണ്ടിട്ടോ. നമ്മളെ കേരളത്തിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ മുക്കിലും മൂലിലൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല, വളരെ കുറവാണ്. മുംബൈക്കാർ പരീക്ഷിക്കാൻ ഭയങ്കര മടിയന്മാരാണ്, ഭാഗ്യം പരീക്ഷിക്കാൻ, അതാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നടന്നു പോകണ വഴിക്കതാ ഈ ശില്പം കണ്ടത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ളത്. എനിക്കൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പിന്നെ പോയപ്പോൾ കണ്ടതാണ് കുട്ടികൾ കളിക്കുന്നത് ഗ്രൗണ്ടിൽ. അപ്പം ഇങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക്